ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ ബോർഡ് എക്സാം ഒക്കെ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിൽ ഹിന്ദിയിൽ നമുക്ക് ഗദ്യഭാഗങ്ങൾ, പദ്യഭാഗങ്ങൾ, ഗ്രാമറൊക്കെ പഠിക്കാനുണ്ട്. ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ഒരു ഗ്രാമർ ഭാഗവുമായിട്ടാണ് സാർ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കിന്ന് പഠിക്കാനുള്ളത് സമാസ് എന്ന് പറയുന്ന കാര്യമാണ്. എന്താണ് സമാസ്, എങ്ങനെയാണ് സമാസങ്ങൾ ഓരോന്നിനെ തിരിച്ചറിയുന്നത്, എത്ര സമാസങ്ങളുണ്ട് എന്നിവയെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ നമ്മളിന്ന് ചർച്ച ചെയ്യും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. മക്കളെ, എന്താണ് സമാസ്? 4 മാർക്കിനാണ് നമുക്കിതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്താണ് സമാസ്? സമാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംക്ഷിപ്തീകരണം എന്നാണ്. എന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങളായ വാക്കുകളെ മുഴുവൻ ചെറുതാക്കി കൊണ്ടുവരിക. അതാണ്, അതായത് 2, 3, അതിലധികമോ വാക്കുകളെ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് ഒറ്റ വാക്കാക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സംക്ഷിപ്തീകരണം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ സമാസ് എന്ന് പറയുന്നത്. നോക്കൂ, ദോ യാ ദോ സെ അധിക ശബ്ദോं के ഒന്നോ അല്ലെങ്കിൽ 2 അതിലധികമോ ശബ്ദോं के വാക്കുകളുടെ മേൽ സെ കൂടിച്ചേരൽ കൊണ്ട് നയാ സാർത്ഥക് ശബ്ദ ബനാനേക്ക് പ്രക്രിയക്കൂ, പുതിയ അർത്ഥവത്തായ വാക്കുകളെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയെ സമാസ് സമാസ് എന്ന് പറയുന്നത്. 2 അതിലധികമോ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് അതിൻ്റെ എല്ലാം അർത്ഥമുള്ള പുതിയ ഒരു വാക്കുണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ സമാസ് എന്ന് പറയുന്നത്. ഇസ് പ്രകാർ ബനാനെ വാലെ ശബ്ദോംകോ, ഇങ്ങനെ ഉണ്ടാക്കുന്ന വാക്കുകളെയാണ് സാമാസിക ശബ്ദ യാ സമസ്ത പദം എന്ന് പറയുന്നത്. സാമാസിക ശബ്ദം എന്നഥവാ സമസ്ത പദം എന്ന് പറയുന്നത്. ഈ പറയുന്ന വിശദമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. നോക്കൂ മക്കളെ, 2 അതിലധികമോ വാക്കുകൾ ചേർത്തിട്ട് ഉണ്ടാക്കിയ സമസ്ത പദമാണിത്. അപ്പോൾ നോക്കൂ, സജീവോം കേലിയെ ആലയം, സെക്രട്ടറിമാർക്ക് വേണ്ടിയുള്ള ആലയം, അതാണ് സജീവാലയ് എന്നൊരൊറ്റ വാക്ക്. ചന്ദ്രമാക്കെ സമാൻ മുഖ്, ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖമുള്ളവൻ, അതിന് ചന്ദ്രമുഖ് എന്ന് പറയുന്നത്. അടുത്ത തീൻ വേണിയോങ്ക സംഘം, 3 നദികളുടെ സംഗമം, അതിനെയാണ് ത്രിവേണി എന്ന് പറയുന്നത്. അപ്പോൾ 2 അതിലധികമോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് അതിൻ്റെ അർത്ഥവത്തായ, അതിൻ്റെ അതേ അർത്ഥം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ചെറിയ വാക്കിലേക്ക് നമ്മൾ വാക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സമാസ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ഈ സമാസിൽ 2 അതിലധികം വാക്കുകളാണല്ലോ. അതിൽ പൂർവ്വപദം, ഉത്തരപദം, സമസ്തപദം എന്നൊക്കെ നമ്മൾ വേർതിരിക്കാറുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ആദ്യം നോക്കാം. സമാസം എടുക്കുമ്പോൾ ഒരു പൂർവ്വപദം ഉണ്ടാവും, ഒരു ഉത്തരപദം ഉണ്ടാവും. അതിനാണ് നമ്മൾ സമസ്തപദം അഥവാ സമാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സമാസം ഉണ്ടാവണമെങ്കിൽ കിട്ടിയിരിക്കുന്ന സമസ്ത പദത്തെ മുറിച്ച് കഴിയുമ്പോൾ അതിലൊരു ആദ്യ ഭാഗവും രണ്ടാമത്തെ ഭാഗവും ഉണ്ടാവും. ഉദാഹരണം നോക്കൂ, ഇതൊരു സമസ്ത പദമാണ്, ഇതൊരു സമസ്ത പദമാണ്, അഥവാ ഇതൊരു സമാസമാണ്, ഇതൊരു സമാസമാണ്. ഇത് നമ്മൾ ദേശഭക്തി എന്ന വാക്കിനെ മുറിക്കുമ്പോൾ അതിലൊരു പൂർവ്വപദവും ഉത്തരപദവും ഉണ്ടാവും. അതായത് ദേശ് എന്ന് പറയുന്നതും ദേശ് കാ ഭക്ത്, രാജ്യത്തിൻ്റെ ഭക്തൻ എന്നുള്ളത് നമ്മൾ ദേശഭക്തി എന്നാക്കി. സിർ മേം ദർദ്, അതാണ് സിർദദ്. അപ്പോൾ നമ്മൾ ഈ 2 വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒന്നാവുന്നു, ഈ പ്രത്യയങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നു. ഈ 2ൻ്റെയും ഗുണമുള്ള ഒരു ഒറ്റ വാക്കാണ്. അതായത് സമാസം നടത്തുന്ന സമയത്ത് നമ്മൾ 2 അതിലധികമോ വാക്കുകൾ ചേർത്തിട്ട് ഒറ്റ വാക്കാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഉണ്ടാക്കുന്ന സമാസം ചെയ്യുമ്പോൾ കിട്ടുന്നതിന് സമസ്ത പദം എന്ന് പറയുന്നു. ഇതിനെ നമുക്ക് സമസ്ത പദത്തെ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പൂർവ്വപദവും ഒരു ഉത്തരപദവും കിട്ടും. ഓക്കെ, അപ്പോൾ ചില വാക്കുകളിൽ പൂർവ്വപദത്തിന് പ്രാധാന്യം വരും, ചിലത് ഉത്തരപദത്തിന് പ്രാധാന്യം വരും. ഇങ്ങനെ പ്രാധാന്യം വരുന്നതനുസരിച്ച് സമാസങ്ങളെ നമുക്ക് വേർതിരിക്കുകയും ചെയ്യാം. നോക്കൂ മക്കളെ, സമാസങ്ങളെ നമ്മൾ സമാസക്കെ ഭേദത്തെ, സമാസത്തിന് 6 ഭേദങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 1 അവ്യയ് ഭാവ് സമാസ്, 2 തത്പുരു സമാസ്, 3 കർമ്മധാരേ സമാസ്, 4 ദിഗ്ഗു സമാസ്, 5 ദ്വന്ദ്വ സമാസ്, 6 ബഹുവ്രീഹി സമാസ്. ഇങ്ങനെ സമാസങ്ങൾ 6 ആക്കി തരംതിരിച്ചിട്ടുണ്ട്. ഈ 6 സമാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെയാണ് ഇവയെ ഓരോന്നിനെയും ബഹുവ്രീഹിയാണോ അവ്യയമാണോ തത്പുരുഷാണോ എന്ന് മനസ്സിലാക്കുന്നത്? നമുക്ക് പരീക്ഷയിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ഒരു വാക്ക് അത് ഏത് സമാസമാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. 1 അവ്യയീഭാവ് സമാസാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഈ അവ്യയീഭാവ് സമാസ് എന്ന വാക്കിൻ്റെ അർത്ഥം അവ്യയ് എന്ന് പറഞ്ഞാൽ തന്നെ അവികാരിന, ഒരു വികാരവും മാറ്റവും ഇല്ലാത്തത് എന്നാണ്. മാറ്റത്തിന് വിധേയമാവാത്ത വാക്കിനെയാണ് നമ്മൾ അവ്യയ് എന്ന് പറയുന്നത്, അഥവാ അവികാരി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമസ്ത പദത്തെ നമ്മൾ ആ സമാസത്തെ നമ്മൾ അവ്യയീഭാവ് സമാസം എന്ന് പറയും. അതെങ്ങനെ തിരിച്ചറിയാം? നോക്കൂ, ജിസ് സമാസക്ക, ഏതൊരു സമാസത്തിൻ്റെ പഹലാ പദ്, ആദ്യ വാക്ക് പ്രധാനമാവുന്നത് വേ അവ്യയ് ഹോ, അത് അവ്യയാണ്. ഉസേ അവ്യയ് ഭാവ് സമാസ് കാത്തെ, ഏതൊരു സമാസത്തിൻ്റെ ആദ്യ പദ പ്രധാനമാണോ അത് അവ്യയ് ബിഹോ, അതൊരു മാറ്റത്തിനും വിധേയമായി. ഏതൊരു സമാസത്തിൻ്റെ ആദ്യ വാക്കിന് പ്രാധാന്യമുണ്ടാവുകയും അത് അവ്യയമായി തീരുകയും മാറ്റത്തിന് വിധേയമാകാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉസേ അവ്യയ് ഭാവ് സമാസ് കാത്തെ, അതിനെ അവ്യയ് ഭാവ് സമാസം എന്ന് പറയാം.
അത് മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ ഉദാഹരണം നോക്കൂ. അതായത് അവ്യഭാവ സമാസങ്ങളുടെ വാക്കുകൾ നോക്കുമ്പോൾ അധികതർ ഇസ്കെ ആരംഭ്, ഇത്തരം അവ്യഭാവ സമാസ വാക്കുകളുടെ ആരംഭം ആ എന്നോ ബേ എന്നോ യഥാ എന്നോ പ്രതി എന്നോ ആദി ശബ്ദ അത്തേ, അതായത് അവ്യഭാവ സമാസത്തിന് ഉദാഹരണമായിട്ട് വരുമ്പോൾ അവ്യഭാവ സമാസത്തിലെ വാക്കുകളെ, ആ സമസ്ത പദത്തിനെ തുടക്കത്തിൽ ആ എന്നോ ബേ എന്നോ യഥാ എന്നോ പ്രതി എന്നോ കാണുകയാണെങ്കിൽ ആ വാക്കിനെ നമുക്ക് എന്താക്കാം? അവ്യഭാവ സമാസം എന്നാക്കാം. ഉദാഹരണത്തിന് ആയിലുള്ള കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, ബേയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, യഥായിലുള്ള കുറച്ച് ഉദാഹരണമുണ്ട്, പ്രതിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തത് ആയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ. ആജീവൻ, ജീവൻ പര്യന്ത് അല്ലേ, ജീവൻ പര്യന്ത്. ജീവൻ എന്ന വാക്കും പര്യന്ത് എന്ന് പറയുന്ന വാക്കും ചേർത്തിട്ട് പൂർവ്വപദവും ഉത്തരപദവും ചേർത്തിട്ട് ഒറ്റ വാക്കാവുന്നു, അത് ആജീവൻ എന്നാവുന്നു. ഇതിൽ ആ എന്ന് വരുകയാണെങ്കിൽ ആ വാക്ക് സ്വാഭാവികമായി മാറ്റത്തിന് വിധേയമാവാത്തത് കൊണ്ട് അതിനെ നമ്മൾ ആ ജീവൻ എന്ന് പറഞ്ഞാൽ ജീവൻ മുഴുവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയുന്നു? അവ്യഭാവ സമാസ് എന്ന് പറയുന്നു. ആ ജന്മ, ജന്മ സെ ലേക്കർ, അതിനെ നമ്മൾ ആ ജന്മ എന്ന് പറയുന്നു, ജന്മം മുതൽ എന്ന്. അടുത്തത് മരൺ തക്ക് എന്നുള്ളതിനെ നമ്മൾ ആ മരണാക്കി, ആ സമുദ്രാക്കി, സമുദ്ര പര്യന്ത്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്ക് ജീവൻ പര്യന്ത്, ജന്മ സെ ലേക്കർ, മരൺ തക്ക്, സമുദ്ര പര്യന്ത് എന്നുള്ളതിനെയൊക്കെ ഒറ്റ വാക്കാക്കി ആ ജീവൻ, ആ ജന്മ, ആ മരൺ, ആ സമുദ്ര എന്നീ വാക്കുകൾ കാണുകയാണെങ്കിൽ, ആ തുടക്കത്തിൽ കാണുകയാണെങ്കിൽ ആ വാക്കുകൾ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ അവ്യഭാവ സമാസങ്ങൾ എന്ന് പറയണം. തീർന്നില്ല. അടുത്ത നോക്ക്. കാം കെ ബിന എന്ന വാക്ക് വന്നാൽ ബേ കാം, ഈമാൻ കെ ബിന എന്ന് പറഞ്ഞാൽ ബേ ഈമാൻ, ഖഡ്കെ കെ ബിന എന്ന് പറഞ്ഞാൽ ബേ ഖഡ്കെ, ഫായദ കെ ബിന എന്ന് പറഞ്ഞാൽ ബേ ഫായദ. ഇങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്ത് പറയാം? നമുക്കെന്ത് പറയാം? നോക്ക്. കാം കെ ബിന എന്നുള്ളത് ബേ കാം അല്ലേ, ഈമാൻ കെ ബിന എന്നുള്ളത് ബേ ഈമാൻ, ഖഡ്കെ കെ ബിന എന്നുള്ളത് ബേ ഖഡ്കെ, ഫായദ കെ ബിന എന്നുള്ളതിന് ബേ ഫായദ. ഇങ്ങനെയുള്ള വാക്കുകൾ, തുടക്കത്തിൻ്റെ വാക്കുകളെല്ലാം തന്നെ ബേയിൽ വന്നാലോ ആയിൽ വന്നാലോ ബേയിൽ വന്നാലോ ആ വാക്കിനെ സമസ്ത പദത്തെ, സമാസത്തെ നമുക്ക് അവ്യഭാവ സമാസങ്ങൾ എന്ന് പറയാം. അടുത്തത് നമ്മൾ നോക്കുന്നത് ബാക്കി എന്തൊക്കെ? യഥായിൽ അവസാനിച്ചാൽ ശക്തിക്ക് അനുസാർ എന്ന വാക്കിനെ സമാസിച്ചപ്പോൾ നമുക്ക് യഥാശക്തി കിട്ടി. അതിൽ യഥാ വന്നതുകൊണ്ട്, ആ യഥാ വന്നാൽ എല്ലാ വാക്കുകളും അവ്യഭാവങ്ങളാണ്. അവസർക്കെ അനുസാർ എന്നുള്ളത് സമാസം ചെയ്ത സമയത്ത് നമുക്ക് യഥാവസർ എന്ന് കിട്ടി. അതിൽ യഥാ വന്നതുകൊണ്ട് എല്ലാത്തിൻ്റെ വാക്ക് നോക്കിയിട്ട് യഥാ വന്നു. സമയಕ್ಕೆ അനുസാർ എന്നുള്ളത് യഥാസമയം എന്നാക്കി, വിധിക്ക് അനുസാർ എന്നുള്ളത് യഥാവിധി എന്നാക്കി. അങ്ങനെ ഇക്കനെ തരുന്ന വാക്കുകളുടെ തുടക്കത്തിൽ മുഴുവൻ തന്നെ യഥാ 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 എന്ന് വരുന്നുണ്ടെങ്കിൽ ആ വാക്കുകളെ നമുക്ക് അവ്യഭാവ സമാസത്തിൽ ചേർക്കാം. അടുത്തത് ഹർ ദിൻ എന്ന് വന്നു. ഹർ ദിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും, അതിന് പ്രതിദിന നമ്മൾ പ്രതി വന്നാൽ മതി. ഫൽ കെ സാത്ത്, അത് പ്രതിഫൽ ആണ്. ബദൽ ക്രിയ എന്നുള്ളതിന് പ്രതിക്രിയ എന്നാണ്. ഹർ വസ്തു എന്നുള്ളതിന് പ്രതിവസ്തു എന്നാണ്. അപ്പോൾ പ്രതിദിൻ, പ്രതിഫൽ, പ്രതിക്രിയ, പ്രതിവസ്തു എന്നതോ യഥാവിധി, യഥാസമയ, യഥാവസർ, യഥാശക്തി എന്നതോ അല്ലെങ്കിൽ ബേഖഡ്കെ, ബേയിമാം, ബേക്കാം എന്നുള്ളതോ ആസമുദ്ര, ആമരൺ, ആജന്മ, ആജീവൻ എന്നിങ്ങനെ ആയിലോ ബേയിലോ അതുപോലെ യഥായിലോ പ്രതിയിലോ അവസാനിക്കുന്ന ഒറ്റ വാക്കാണ് തന്നെങ്കിൽ ആ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതേണ്ടത് ഇത് അവ്യഭാവ സമാസം എന്നാണ്. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ സമാസമാണ് തത്പുരുഷ സമാസ്. എന്താണ് തത്പുരുഷ സമാസ്? നോക്ക് മക്കളെ. തത്പുരുഷ സമാസ് മേ ഉത്തരപദ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാക്ക് പ്രധാൻ ഹോത്താ ഹേ, ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. और दोनों पदों के बीच की, മാത്രമല്ല സമാസിക്കുന്നതിന് മുമ്പ് രണ്ട് വാക്കുകൾക്കിടയിൽ ഒരു എന്തുണ്ടാവും? വിഭക്തിയും ഇടയ്ക്കുണ്ടാകുന്ന വിഭക്തി പ്രത്യയ ലോപ് ഹോ ജാത്ത, ഇല്ലാതായി പോവുകയും ചെയ്യും. ഇതിനാണ് തത്പുരുഷ സമാസം എന്ന് പറയുന്നത്. ഉത്തരപദത്തിനാണ് പ്രാധാന്യം വരുന്നത്. ഉദാഹരണങ്ങൾ നമ്മൾ നോക്കൂ. തത്പുരുഷ സമാസത്തിന്റെ ഉദാഹരണം സ്വർഗ് കോ പ്രാപ്ത്, അതിലെ കോ പോയി കഴിഞ്ഞാൽ സ്വർഗപ്രാപ്ത്. ഗഗൻ കോ ചൂനേ വാല എന്നുള്ളതിൽ കോ പോയി കഴിഞ്ഞാൽ ഗഗൻ ചുംബി. അടുത്ത ഋൺ സേ മുക്ത് എന്നുള്ളതിന് ഋണമുക്ത്. ശോക് സേ ആകുൽ എന്നുള്ളതിന് ശോകാകുൽ. സേനാക്ക പതി എന്നുള്ളത് സേനാപതി. ഇതിലൊക്കെ തന്നെ നിങ്ങൾ നോക്ക്, സെൻറ്ററിൽ കാണുന്ന വിഭക്തിയെ കോ സേ ക എന്ന് പറയുന്ന വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതായി പോകുന്നു. എന്നാൽ ഇതിൽ ഏതിനാണ് പ്രാധാന്യം വരുന്നത്? ഇത് പൂർവ്വപദമാണ്, ഇത് ഉത്തരപദമാണ്, ചേർന്നുണ്ടാക്കുന്ന സമസ്ത പദമാണ് ഇത്. പക്ഷേ ഈ സമസ്ത പദത്തിൽ ഒരു പ്രത്യേകത, പൂർവ്വപദത്തിനേക്കാൾ ഉത്തരപദത്തിനായിരിക്കും പ്രാധാന്യം വരിക.
നോക്ക്, സ്വർഗപ്രാപ്ത്, സ്വർഗം ലഭിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം വരുന്നത്. ഗഗൻ ചുംബി, ഗഗനത്തെ ആകാശത്തെ ചുംബിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം വരുന്നത്. ഋൺ മുക്ത്, കടത്തിൽ നിന്ന് മോചനമായി എന്നുള്ളതിനാണ് പ്രാധാന്യം വരുന്നത്. ശോകാകുൽ, ശോകത്തിൽ മുഴുകിയത് എന്നുള്ളതിനാണ് പ്രാധാന്യം വരുന്നത്. സേനാപതി, സൈന്യത്തിൻ്റെ അധിപൻ എന്നുള്ളതിനാണ് പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഈ വാക്ക് ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പദത്തിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. ഇത് രണ്ട് പദങ്ങൾ ചേർന്ന് കൂടിച്ചേരുമ്പോൾ നടുക്കുള്ള വിഭക്തികളാണ് ഇല്ലാതെയായി പോകുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ പദമായ ഉത്തരപദത്തിനാണ് ഈ സമസ്ത പദത്തിൻ്റെ അകത്ത് പ്രാധാന്യം കൂടുതൽ വരുന്നതെങ്കിൽ അതിനെ നമുക്ക് തത്പുരുഷ സമാസ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ വാക്ക് കേട്ടാൽ സ്വർഗപ്രാപ്ത്, സ്വർഗം ലഭിക്കുക എന്നുള്ളതോ, ഗഗൻ ചുംബീക, ആകാശചുംബനം എന്ന് പറയുന്നതോ, ഋണമുക്ത് എന്നും, ശോകാകുൽ, സേനാപതി എന്നീ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം വാക്കുകൾ കണ്ടാൽ നമുക്ക് തത്പുരുഷ ഏത് സമാസത്തിൽ പെടുന്നു എന്ന് വെച്ചാൽ തത്പുരുഷ സമാസം എന്ന് പറയാൻ കഴിയണം അല്ലേ. തത്പുരുഷ സമാസത്തിൻ്റെ ബാക്കി കുറച്ച് ഉദാഹരണങ്ങൾ നോക്ക്. ആജ്ഞാക്കെ അനുസാർ, ആജ്ഞ അനുസരിച്ച് എന്നുള്ള ഒറ്റ വാക്കാണ് ആജ്ഞാനുസാർ. ലോക കി സഭ, അതിന് ലോകസഭ. സിർ മേ ദർദ്, സിർദർദ്, സിർദർദ് എന്ന് പറഞ്ഞാൽ തലവേദനയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, തലയ്ക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ. ജൽ കി ധാര, ജലധാര, ധാരയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഗോഡേപ്പർ സവാരി, അതിന് ഗുഡ് സവാരി, സവാരിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സവാരി പലതരത്തിലുണ്ട് അല്ലേ, പലതരം യാത്രകളുണ്ട്. അപ്പോൾ നോക്ക് ഇവിടെ നോക്ക്, ഗുഡ് സവാരിയിലെ സവാരി, ജൽധാരയിലെ ധാര, സിർദർദിലെ ദർദ്, ലോകസഭയിലെ സഭ, ആജ്ഞാനുസാർ എന്നുള്ള അനുസാർ എന്നീ വാക്കുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. ഇതിലും നമുക്ക് വിഭക്തികളാണ് ഇവിടെ നഷ്ടമായത്. ഓക്കെ. അപ്പോൾ പൂർവ്വപദവും ഉത്തരപദവും ചേരുമ്പോൾ നടുക്കുള്ള വിഭക്തികൾ ലോപിച്ചില്ലാതായി പോവുകയും അങ്ങനെ കിട്ടുന്ന സമസ്ത പദങ്ങളിൽ ഉത്തരപദത്തിന് പ്രാധാന്യം വരികയാണെങ്കിൽ ഈ വാക്കുകളെ നമുക്ക് തത്പുരുഷ സമാസ് എന്ന് പറയാം. ഓക്കെ. ഇവ 10 തത്പുരുഷ സമാസങ്ങളുടെ ഉദാഹരണങ്ങളാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ. യെസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കർമ്മധാരേ സമാസാണ്. എന്താ മക്കളെ കർമ്മധാരേ സമാസ് എന്നുള്ളത്? ജിസ് സാമാജിക ശബ്ദവുമേ, ഏതൊരു സമസ്ത പദമാണോ അഥവാ ഏതൊരു സമാസത്തിന് വിധേയമായ വാക്കാണോ, വിശേഷൺ ഓർ വിശേഷ്യ, വിശേഷൺ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്, വിശേഷ്യ എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ വിശേഷിപ്പിച്ചത് അതാണ് വിശേഷ്യ. സാത് സാത്ത് മേ ഹോ കർമ്മധാരേ സമാസ്, അതായത് സാധാരണ ഈ വാക്കിൽ സമസ്ത പദത്തിനകത്ത് വിശേഷിപ്പിച്ച വാക്കും എന്തിനെയാണോ വിശേഷിപ്പിച്ചത് അതും ഒരുമിച്ച് ഒറ്റ വാക്കായി മാറുമ്പോഴാണ് അതിന് നമ്മൾ കർമ്മധാരേ സമാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവണമെങ്കിൽ നോക്കൂ. കർമ്മധാരേ സമാസന് കമൽ രൂപി നയൻ, താമരപ്പൂവിൻ്റെ രൂപത്തിലുള്ള കണ്ണ്. എന്തിനാണ് പ്രാധാന്യം? കണ്ണിനാണ് പ്രാധാന്യം. പക്ഷേ എന്ത് രൂപത്തിലുള്ള? താമര പോലുള്ള. എന്നാൽ അത് രണ്ടും കൂടി ഒറ്റ വാക്കായി മാറുന്നു. കമൽ നയൻ എന്ന ഒറ്റ വാക്കായി. കമൽ നയൻ, താമരക്കണ്ണ്. താമരക്കണ്ണ് എന്ന് പറഞ്ഞ വാക്കിൽ താമര എന്നുള്ളത് ഇവിടെ നൗണാണെങ്കിലും ഒരു കണ്ണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കാണ്. അപ്പോൾ അത് വിശേഷണമാണ്. കണ്ണെന്ന് പറയുന്ന വിശേഷ്യ എന്തിനെ വിശേഷിച്ചതാണ്. അപ്പോൾ താമരക്കണ്ണ് എന്ന് പറയുന്നത് ഒറ്റ വാക്കാണ്. അതിൽ വിശേഷണ വസ്തുവിനും വിശേഷിക്കും ഈക്വൽ സ്ഥാനത്തുള്ള ഒറ്റ വാക്കായി മാറുമ്പോൾ അത് എന്താണ്? കമൽ നയൻ എന്നുള്ളത് കർമ്മധാരേ സമാസാണ്. സ്ത്രീ രൂപി രത്ന എന്നുള്ളതിന് നമ്മൾ ഒറ്റ വാക്കാക്കി സ്ത്രീ രത്ന എന്നുള്ളതാണ്. അത് ആ സ്ത്രീ എന്നുള്ളതും രത്ന എന്നുള്ളതും അല്ലേ ഒറ്റ വാക്കായി മാറി. നരസിംഹ്, നരസിംഹ് ഇവിടെ എന്താണ്? മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ സിംഹം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നർ രൂപി സിംഹ്, ആ മനുഷ്യൻ്റെ രൂപത്തിലുള്ള സിംഹം എന്നും അല്ലേ. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ രൂപത്തിലുള്ള സിംഹം എന്ന് പറഞ്ഞാൽ ആടെ മനുഷ്യനാണ് പ്രാധാന്യം. അവൻ ആ ആളുകളുടെ കൂട്ടത്തിലെ സിംഹമാണ് അവൻ എന്നാണ്. ധീരൻ. നീൽ കമൽ എന്ന് പറഞ്ഞാൽ നീലാഹേ ജോ കമൽ, ഏതൊരു താമരയാണോ നീല കളറായിട്ടുള്ളത് അതിനെ നീൽ കമൽ എന്ന് പറയുന്നു. ചന്ദ്ര ജൈസ മുഖ്, ചന്ദ്രനെ പോലെ മുഖമുള്ളതിന് നമ്മൾ ചന്ദ്രമുഖ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നോക്ക്, ഇതിന് രണ്ടിനും തുല്യ രീതിയിലുള്ള പ്രാധാന്യം വരുന്നു, ഒരുമിച്ച് വരുന്നു. അടുത്ത നോക്ക്, മഹാൻ ഹേ ജോ ആത്മാ, ഏതൊരു മഹാ ആത്മാവുണ്ടോ അതിനെ മഹാത്മാ എന്ന് പറയുന്നു. നീലാഹേ ജോ ഗഗൻ, നീല കളറുള്ള ആകാശമുണ്ടെങ്കിൽ അതിനെ നീല ഗഗൻ എന്ന് പറയുന്നു. മഹാൻ ഹേ ജോ പുരുഷ്, മഹാനായ പുരുഷൻ ഉണ്ടെങ്കിൽ മഹാപുരുഷ് എന്ന് പറയുന്നു. പരം ഹേ ജോ ആനന്ദ്, ഏതൊരു ആനന്ദമാണോ ഏറ്റവും ഉന്നതമായിട്ടുള്ളത് അതിനെ പരമാനന്ദം എന്ന് പറയുന്നു. ശ്വേത് ഹേ ജോ അംബർ, വെളുത്ത ആകാശം ഏതാണുള്ളൂ അതിനെ ശ്വേതാംബർ എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ രണ്ട് വാക്കുകളെ വിശേഷത്തെയും വിശേഷണത്തെയും ഒറ്റ വാക്കായി കിട്ടുന്ന ഇത്തരം വാക്കുകളെ നമുക്ക് എന്ത് പറയാം? നമുക്ക് കർമ്മധാരേ സമാസം എന്ന് പറയാം. അതാണ് കമലനയൻ, സ്ത്രീരത്ന, നരസിംഹ, നീലകമൽ, ചന്ദ്രമുഖ്, അതുപോലെ തന്നെ മഹാത്മാ, നീലഗഗൻ, മഹാപുരുഷ്, പരമാനന്ദ്, ശ്വേതാംബർ എന്നിവയൊക്കെ നമുക്ക് കർമ്മധാരേ സമാസം എന്ന രൂപത്തിൽ മാറ്റാം. ഓക്കെ.
അടുത്ത നാലാമത്തെ സമാസം നമുക്ക് എന്താണ്? ദ്വിഗ് സമാസാണ്. എന്താ മക്കളെ ദ്വിഗ് സമാസം എന്ന് പറഞ്ഞാൽ? നോക്കൂ, ജി സമസ്ത പദക്ക, ഏതൊരു സമാസിക്കപ്പെട്ട സമസ്ത പദമുണ്ടോ അതിൻ്റെ പഹലാ പദ് സംഖ്യാവാചക ഹോത്താഹേ, അതായത് സമാസം നടത്തിയതിന് ശേഷം കിട്ടുന്ന വാക്ക് ആ വാക്കിൻ്റെ തുടക്കം എണ്ണത്തെ സൂചിപ്പിക്കുന്ന വാക്കാണെങ്കിൽ ഉസേ ദ്വിഗ് സമാസ് എന്ന് പറയാം. നമ്പർ ദിഗു സമാസ് എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്, അതിന് നമുക്ക് ദിഗു സമാസ് എന്ന് പറയാം. ഉദാഹരണം, നമുക്ക് ഇത്തരമുള്ള വാക്കുകൾ തന്നിട്ട് ഇത്തരം വാക്കുകൾ തന്നിട്ട് ചോദിക്കും ഇത് ഏത് സമാസത്തിൽ പെടുന്നുവെന്ന്. എണ്ണം നോക്കൂ. ദോ പദോം കാ സമാഹാർ, രണ്ട് പദങ്ങളുടെ സമാഹാരം, അതിനെ നമ്മൾ ദ്വിപദ് എന്ന് പറയുന്നു. ഇതിൽ ഒന്നാമത്തെ വാക്ക് ദ്വി എന്നുള്ളത് എണ്ണത്തെ സൂചിപ്പിക്കുന്നു. തീൻ ഫലവും കാ സമാഹാർ, മൂന്ന് പഴങ്ങളുടെ സമാഹാരം, മൂന്ന് ഫലങ്ങളുടെ തീൻ ഫലവും കാ സമാഹാർ, അതിന് നമ്മൾ ത്രിഫല എന്ന് പറയും. കടുക്ക, താനിക്ക, നെല്ലിക്ക, ഇതിനാണ് നമ്മൾ ത്രിഫല എന്ന് പറയുന്നത്. തീൻ രംഗോം വാല, മൂന്ന് കളറുകൾ തിരങ്ക. തീൻ കോണോം കാ സമാഹാർ ത്രികോൺ. ചാർ ആനോം കാ സമൂഹ് ചവനി. ചാർ കോണോം കാ സമൂഹ് ചതുഷ്കോൺ. പാഞ്ച് വാദ്യോം കാ സമൂഹ് പഞ്ചവാദി. ഈ ഇങ്ങനെ കിട്ടുന്ന ഈ ദോ പദോം കാ സമാഹാർ എന്നുള്ളതിനെ സമാസിച്ചപ്പോൾ കിട്ടിയ ഒറ്റ വാക്കാണ് ദ്വിപദ് എന്നുള്ളത്. ഈ വാക്കിനെല്ലാം തന്നെ നിങ്ങൾ ആദ്യം എടുത്തു നോക്കിയാൽ എണ്ണത്തെ സൂചിപ്പിക്കും. ദ്വി രണ്ടിനെ, ത്രീ മൂന്നിനെ, തീ മൂന്നിനെ, ത്രീ മൂന്നിനെ, ച ഫോറിനെ, പഞ്ച് അഞ്ചിനെ. അപ്പോൾ ഒരു വാക്കിൻ്റെ ആദ്യ ഭാഗം എണ്ണത്തെ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ ദ്വിഗ് സമാസം, ദ്വിഗ് എന്ന് പറഞ്ഞാൽ നമ്പർ എന്ന് നമ്മൾ ഓർത്താൽ മതി. ഓക്കെ, ഇത് മറ്റുദാഹരണങ്ങൾ നോക്ക്. ദ്വിഗ് സമാസിന് ഷ കോണോം കാ സമൂഹ് ഷഡ്കോൺ. സാത്ത് ദിനോം കാ സമൂഹ് സപ്താഹ്. ആട്ട് ആണോം കാ സമൂഹ് അഠനി. നൗ ദിനോം കാ സമൂഹ് നവരാത്രി. നൗ ഗ്രഹോം കാ സമൂഹ് നവഗ്രഹ്. 10 അവതാരോം കാ ജോ ഹേ ദശാവതാർ. 10 അവതാരമായിട്ടുള്ളതിനെയാണ് ദശാവതാരം എന്ന് പറയുന്നത്. ഇങ്ങനെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ആദ്യം വരുന്നതെങ്കിൽ ഇങ്ങനെ സമാസിച്ച് കിട്ടുന്ന വാക്കിനെ നമ്മൾ ദിഗു സമാസ് എന്ന് പറയും. അപ്പോൾ ഇതുപോലത്തെ വാക്കുകൾ തന്നിട്ട് കിസ് സമാസ്മേ ആത്തെ എന്ന് ചോദിച്ചാൽ നമുക്കത് ദിഗു സമാസമാണെന്ന് ഓർക്കാൻ കഴിയണം. ഓക്കെ, അഞ്ചാമത്തത് ദ്വന്ദ്വ സമാസാണ്. എന്താ മക്കളെ ദ്വന്ദ്വ സമാസ്? ദ്വിഗ് സമാസത്തിൽ എണ്ണത്തെയാണ് സൂചിപ്പിച്ചെങ്കിൽ ദ്വന്ദ്വ സമാസത്തിൽ എന്തിനാണ് പ്രാധാന്യം? ജി സമസ്ത പതുക്കെ ദോനോം പദ് പ്രധാനത്തെ. സമസ്തം സമാസം നടത്തിയതിന് ശേഷം കിട്ടുന്ന വാക്കിന് ചിലതിന് പൂർവ്വപദത്തിന് പ്രാധാന്യം, ചിലത് ഉത്തരപദത്തിന് പ്രാധാന്യം, ചിലത് എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ഇതിനെന്താന്ന് വെച്ചാൽ രണ്ട് വാക്കിനും പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും ഒരേമായ തുല്യ പ്രാധാന്യം ഉണ്ടാവും. ഉസേ ദ്വന്ദ്വ സമാസ് കാത്തെ, അതിനെ നമ്മൾ ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ രണ്ടെന്നാണ് അല്ലേ, ദ്വന്ദ്വ സമാസം എന്ന് പറയും. ഇസ്മേ സമസ്ത പദ് ബനാത്തെ സമയ, ഇതിനെ സമസ്ത പദം ഉണ്ടാക്കിയെടുക്കുമ്പോൾ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുമ്പോൾ യോജക ശബ്ദ് ഓർ കാ ലോപ് ഹോത്ത, ഇതിൽ നിന്ന് ഔർ എന്ന് പറയുന്നൊരു വാക്കാണ് ഇല്ലാതായി പോകുന്നത്. അതായത് രണ്ട് വാക്കുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഔർ ഇല്ലാണ്ടാവുന്നു, രണ്ടും കൂടി ഒന്നിച്ചു വരുന്നു. ഉദാഹരണം നോക്കൂ മക്കളെ, മാതാ ഔർ പിത, ഇതിൽ ഔർ ഇല്ലാതെ പോകുന്നു മാതാപിത അല്ലേ. പാപ് ഔർ പുണ്യ, അതിൽ ഔർ പോയാൽ പാപ പുണ്യം. ഹാനി ഔർ ലാഭ്, അതിൽ ഔർ പോയാൽ ഹാനി ലാഭ്. സുഖ് ഔർ ദുഃഖ്, ഇതിൽ ഔർ പോയാൽ സുഖ ദുഃഖ്. ലവ് ഔർ കുശൽ, അതിൻ്റെ അകത്ത് ഔർ പോയാൽ ലവകുശൽ. ഇതിൻ്റെ അകത്ത് മാതാപിത എന്ന് പറഞ്ഞാൽ ആർക്കാണ് പ്രാധാന്യം? ദോനവും ശബ്ദവും കാ മുഖ്യ പ്രാധാന്യം. രണ്ട് വാക്കുകൾക്കും ഈക്വൽ പ്രാധാന്യം. പൂർവപദത്തിനും ഉത്തരപദത്തിനും രണ്ടിനും ഒരേ തുല്യമാണ് എങ്കിൽ ഇങ്ങനെ വരുമ്പോൾ അധികവും ഔർ എന്ന് പറയുന്ന വാക്കാണ് പോയതെങ്കിൽ നമുക്കതിനെന്ത് പറയാം? അതായത് ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടാൽ ഇതിൻ്റെ ഇടയിൽ ഐഫൺ ഇട്ടാൽ അതിൻ്റെ ഇടയിൽ ഒരു ഔർ ഉണ്ടാവുന്ന അർത്ഥം. അപ്പോൾ രണ്ട് വാക്കുകളുടെ ഇടയിൽ ഐഫൺ വന്നാൽ ആ ഐഫണിൻ്റെ സ്ഥാനത്ത് ഒരു ഔറാണെന്ന് മനസ്സിലാക്കണം. മാതാപിത എന്നുള്ള അർത്ഥം എന്താ? മാതാ ഔർ പിത. പാപപുണ്യം എന്നുള്ള അർത്ഥം എന്താ? പാപ ഔർ പുണ്യ. ഹാനി ലാഭിൻ്റെ അർത്ഥം എന്താ? ഹാനി ഔർ ലാഭ്. സുഖ് ദുഃഖിൻ്റെ അർത്ഥം എന്താ? സുഖ് ഔർ ദുഃഖ്. ലവകുശിൻ്റെ അർത്ഥം എന്താ? ലവ ഔർ കുശി. അപ്പോൾ ഈ ഔർ പോയത് കൊണ്ടും ഇങ്ങേപ്പുറത്തെ വാക്ക് ഐഫണിലുള്ളതൊക്കെ നമ്മൾ ഔറാണ് കാണേണ്ടത്. ഈ രണ്ടിനും തുല്യ പ്രാധാന്യമായതുകൊണ്ട് നമ്മൾ ഇതിനാണോ പ്രാധാന്യം പറയുക, ഇതിനാണോ പ്രാധാന്യം? രണ്ടിനും പ്രാധാന്യം പറയും. അതുകൊണ്ട് ഇതിനെ ദ്വന്ദ്വ സമാസം എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ. ദ്വന്ദ്വ സമാസത്തിൻ്റെ ബാക്കി കുറച്ച് ഉദാഹരണം കൂടി നമ്മൾ നോക്ക്. ദിൻ ഔർ രാത്ത്, ദിൻ ഔർ രാത്ത് ഔർ പോയി, അപ്പോൾ ദിനരാത്ത്. ദേവ് ഔർ അസുർ, ഔർ പോയി ദേവാസുർ. ധൂപ് ഔർ ദീപ്, ഇനി നമ്മൾ ഔർ പോയി ധൂപദീപ്. ധർമ്മ ഔർ അധർമ്മ, അതിൻ്റെ ഔർ പോയാൽ ധർമാധർമ്മ. ചൽ ഔർ അചൽ, അതിൻ്റെ ഔർ പോയി കഴിഞ്ഞാൽ അചലാചൽ.
ഇങ്ങനെ കിട്ടുന്ന വാക്കുകൾക്ക്, അതായത് 2 വാക്ക് തന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഐഫൺ ഉള്ള വാക്കാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ അവിടെ ആ ഐഫണിൻ്റെ സ്ഥാനത്ത് നിങ്ങളൊരു ഔറിനെ മനസ്സിൽ കാണണം. അങ്ങനെയാണെങ്കിൽ ഔർ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഔർ ഒഴിവായി ഐഫൺ ഇട്ടിട്ടാണെന്നെങ്കിൽ ഇതിൽ ഏത് ഐഫൺ ഇട്ടാൽ ഇതിനാണോ പ്രാധാന്യം ഇതിനാണോ എന്ന് വെച്ചാൽ രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ദ്വന്ദ്വ സമാസം എന്നാണ് പറയുന്നത്, മറന്നു പോരുത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് 6ാമത്തത് ബഹുവ്രീഹി സമാസാണ്. അവസാനത്തെ സമാസം ബഹുവ്രീഹി സമാസ്. എന്താ മക്കളെ ബഹുവ്രീഹി സമാസ് എന്ന് പറഞ്ഞാൽ? ബഹുവ്രീഹി സമാസ് എന്ന് പറഞ്ഞാൽ ജിസ് സമസ്ത പദമേ, ഏതൊരു സംയോഗ്യപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വാക്കാണോ സമാസ പദമാണോ സമസ്ത പദമാണോ, പഹലാ പദ് ഓർ ദൂസരാ പദ് മിൽക്കർ, ഒന്നാമത്തെ വാക്കും രണ്ടാമത്തെ വാക്കും ചേർത്തിട്ട് കിസി തീസരേക്ക് ഓർ സങ്കേതകർത്ത, അതിൻ്റെ രണ്ടിൻ്റേതും അല്ലാണ്ട് വേറൊരു പേരാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഉസേ ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നു. അതായത് ഏതൊരു സമാസ്ത പദങ്ങളെയും നമുക്ക് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അതേ അർത്ഥമുള്ള 2 വാക്കിനെ കിട്ടും. എന്നാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ സമാസിക്കപ്പെട്ട വാക്കിനെ നമ്മൾ മുറിച്ചെടുത്താൽ അതേ അർത്ഥമുള്ള 2 വാക്ക് കിട്ടുന്നില്ല, പകരം വേറെ ആ സംഭവമായി മാറുന്നത്. അപ്പോൾ നേരത്തെയുള്ള 2 വാക്കുകൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു പുതിയ അർത്ഥത്തെ അല്ലേ ആണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ ले दोनों शब्द को मिलकर अपने अर्थ छोड़कर नया अर्थ प्रकट करता है, उसे बहुव्रीहि समास എന്ന് പറയുന്നു. ഉദാഹരണം നോക്ക്, ബഹുവ്രീഹി സമാസ് ജിസ് സമസ്ത പദ മേം പഹലാ പദ് ഓർ ദൂസരാ പദ് മിലക്കർ, ഒന്നാമത്തെ വാക്കും രണ്ടാമത്തെ വാക്കും ചേർത്തിട്ട് കിസി തീസരെ ഓർ സങ്കേതത്തെ വേറൊരു മൂന്നാമത്തിലേക്ക് നമ്മളെ ശ്രദ്ധ കൂട്ടിക്കൊണ്ടുപോകുന്നു, ഉസേ ബഹുവ്രീഹി സമാസ് കത്തെ, അതിനെ ബഹുവ്രീഹി സമാസ് എന്ന് പറയാം. നോക്കൂ, ഇവിടെ നോക്കൂ, നമ്മൾ നോക്ക്, ഇത് കൂട്ടിച്ചേർത്തപ്പോൾ കിട്ടിയതാണിത്, പക്ഷേ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതിനെയാണ്. നോക്കൂ, ഇവകൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് സമാസിച്ചപ്പോൾ കിട്ടിയ വാക്ക് ഇതാണ്, ഇതെൻ്റെ അർത്ഥം എന്താണ്? ഇതാണ്. നോക്കൂ, തീൻ നേത്ര ഹേ ജിസ്കെ അർത്ഥാത്, 3 കണ്ണുള്ളത് എന്താണോ അതിൻ്റെ അർത്ഥം ത്രിലോചൻ, 3 കണ്ണെന്ന, തൃക്കണ്ണെന്ന. തൃക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശിവനാണ് അല്ലേ? അപ്പോൾ തീൻ നേത്ര ഹേ ജിസ്കെ അർത്ഥാത്, 3 കണ്ണുണ്ട് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ ഒന്നിച്ചു വെച്ചാൽ നമ്മൾ ത്രിലോചൻ എന്ന വാക്ക് കിട്ടും. ത്രിലോചൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വേറൊരാളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരാണ്? ശിവൻ്റെ മറ്റൊരു പേരാണ് ത്രിലോചൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ത്രിലോചന്മേൽ നിർത്തിയാൽ നമുക്ക് ഐഡിയ കിട്ടില്ല. ശിവൻ്റെ മറ്റൊരു പേരാണ് ത്രിലോചൻ, മനസ്സിലാക്കണം. അത് നീലാഹയെ കണ്ട് ജിസ്കെ, നീലകണ്ഠമാണുള്ളത്, നീലകണ്ഠമാണുള്ളത് അദ്ദേഹത്തിന്. അപ്പോൾ നീലാഹയെ കണ്ട് ജിസ്കെ, എന്തിനാണോ നീലകണ്ഠമുള്ളത് അതിനെ നമുക്ക് നീലകണ്ഠം എന്ന് പറയാം. നീലകണ്ഠം എന്ന് പറഞ്ഞാൽ ഉത്തരം ശിവനാണ്. നീലകണ്ഠം എന്ന് പറഞ്ഞാൽ ഉത്തരം ആരാണ്? ശിവനാണ്. ഗോ അല്ലെങ്കിൽ ഗായോം കാ പാലം കർണേവാല, പശുക്കളെ നോക്കുന്നവൻ എന്നുള്ളതിനെ സമാഹരിച്ചപ്പോൾ നമുക്ക് കിട്ടി ഗോപാൽ എന്ന് കിട്ടി. എന്നാൽ ഗോപാൽ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഏതെങ്കിലും ഗോപാലനല്ല ഉദ്ദേശിച്ചത്. ശരിക്കും ഗോപാൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ആരെ? കൃഷ്ണനെയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ഇവിടെ നമ്മൾ കൃഷ്ണ എന്നല്ല ഇരിക്കുന്നത്, ഗോപാൽ എന്നാണ് ഇരിക്കുന്നത്. അടുത്ത മുരളീക്കോ ധാരൻ കർണേവാല, മുരളിയെ ധരിച്ചവൻ ആര് എന്നുള്ളതിന് നമ്മൾ മുരളീധർ എന്നാണ് പറയുന്നത്. മുരളീധർ, മുരളീക്കോ ധാരൻ കർണേവാല, അതിനെ മുരളീധർ എന്നാണ് പറയുന്നത്. സത്യത്തിൽ മുരളീധർ എന്ന് പറഞ്ഞാൽ ആരാണ്? കൃഷ്ണനാണ്. എന്നാൽ മുരളീക്കോ ധാരൻ കർണേവാല കൃഷ്ണ എന്ന് നമ്മൾ ഇതുണ്ടാക്കുന്നില്ല. മുരളീക്കോ ധാരൻ കർണേവാല മുരളീധർ തന്നെയാണ് ഇരുന്നത്. പക്ഷേ മുരളീധർ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? ശരിക്ക് ഭഗവാൻ കൃഷ്ണനെയാണ്. അടുത്ത ദശാനൻ, ദസ് ഹേ ആനൻ ജിസ്കെ, ദസ് ഹേ ആനൻ, 10, ദസ് ഹേ ആനൻ ജിസ്കെ, 10 തലയുള്ളവൻ ആരാണോ ദശാനൻ എന്ന് പറയും. പക്ഷേ ദശാനൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് രാവണനാണ്. എന്നാൽ ദശ് ആനൻ ജിസ്കെ എന്നുള്ളതിന് രാവൺ എന്നല്ല നമ്മൾ ആൻസർ ചെയ്യുന്നത്. ദശ് ആനൻ ജിസ്കെ എന്നുള്ളതിന് പ്ലസ് രാവൺ എന്ന് സമസ്ത പദം കിട്ടില്ല. സമസ്ത പദം എന്തേ? ദശാനൻ എന്നേ കിട്ടുള്ളൂ. എന്നാൽ ദശാനൻ എന്നുള്ള സമസ്ത പദത്തിൻ്റെ അർത്ഥം എന്താണ്? രാവണൻ എന്നാണ്. ഓക്കെ, ചാർ ഹേ മുഖ് ജിസ്കെ അല്ലേ? മുഖ് എന്നാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, ചാർ ഹേ മുഖ് ജിസ്കെ, 4 മുഖമുള്ളത് ആരാണോ അതിന് അല്ലേ? ചാർ ഹേ മുഖ് അല്ലേ? ചാർ ഹേ മുഖ്, 4 മുഖമുള്ളത് ആരാണോ അതിനെ നമ്മൾ ചതുരാനൻ എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ബ്രഹ്മ എന്നാണ് പറയുന്നത്. ഓക്കെ, ബ്രഹ്മാവാണ് ഉദ്ദേശിച്ചത്. ചക്രധാരൻ കർത്താഹേ, ചക്രത്തെ ധരിക്കുന്നവൻ ആരാണോ അവരെ നമ്മൾ സമസ്ത പദമായി ചക്രധർ എന്നേ കിട്ടൂ. ചക്രധാരൻ കർത്താഹേ എന്നുള്ള സമസ്ത പദമാക്കിയാൽ സമാസം നടത്തി കഴിഞ്ഞാൽ ചക്രധർ എന്നേ കിട്ടൂ. ചക്രധർ എന്ന് ഉദ്ദേശിച്ചത് ആരാണ്? വിഷ്ണുവിനെയാണ്. അപ്പോൾ നമുക്ക് 2 വാക്കുകൾ കൂടി 2 അതിലധികമോ വാക്കുകൾ കൂടി ചേർന്നൊരു അർത്ഥം കിട്ടുകയും ആ അർത്ഥം വേറൊരു വാക്കിനെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ അല്ലെങ്കിൽ വേറെ വസ്തുവിനയിലേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുപോകുന്നെങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മൾ ബഹുവ്രീഹി സമാസങ്ങൾ എന്നും പറയും.
ഇനി നമ്മൾ ബഹുവ്രീഹി സമാസത്തിൻ്റെ വേറെ കുറച്ച് ഉദാഹരണങ്ങളാണ് പറയുന്നത്. നോക്കൂ. അംശവും അതായത് കിരണങ്ങളെ മാലാരക്കിനെ വാല, അല്ലേ? അതായത് കിരണങ്ങളെ മാലയാക്കി മാറ്റിയവൻ അംശുമാലി എന്നാണ്. ഈ അംശുമാലി എന്ന് പറഞ്ഞാൽ ആരാണ്? സൂര്യൻ്റെ മറ്റൊരു പേരാണ്. സിംഹയെ വാഹൻ ജിസ്ക, സിംഹം ആർക്കാണോ വാഹനമായിട്ടുള്ളത് അവരെ നമ്മൾ സിംഹവാഹിനി എന്ന് പറയും. പക്ഷെ സിംഹവാഹിനി എന്ന് പറയുന്നത് ആരെയാണ്? ദുർഗയാണ് സിംഹവാഹിനി. എന്നാൽ സിംഹയെ വാഹൻ ജിസ്ക സമം ദുർഗ എന്ന് നമ്മൾ സമസ്തപദം കിട്ടില്ല. മനസ്സിലായോ? അതായത് സിംഹയെ വാഹൻ ജിസ്ക എന്നുള്ളത് സമാസം നടത്തുമ്പോൾ സമസ്തപദമായി ഒരിക്കലും ദുർഗ എന്ന് വരുന്നില്ല, വരുന്നത് സിംഹവാഹിനി എന്നാണ്. എന്നാൽ സിംഹവാഹിനി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ദുർഗ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെ മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നു. ഗജ് കെ സമാൻ ആനൻ ഹേ ജിസ്ക. ഗജ് കെ ആനയുടെ സമാനമായിട്ട് ആനൻ തലയുള്ളവൻ, ജിസ്ക ആളുണ്ടോ, അതിനെ ഗജാനൻ എന്ന് പറയും. ആരാണ് ഗജാനൻ എന്ന് പറഞ്ഞാൽ ഗണേശനാണ്, ഗണപതിയാണ്. ലംബാഹേ ഉദർ ജിസ്ക, ലംബാഹേ വലിയ, ഉദർ വയറ് ഉള്ള ജിസ്ക, ആർക്ക് വലിയ വയറുണ്ടോ അതിനെ ലംബോദർ എന്നാ പറയുക. ലംബോദരൻ എന്ന് പറഞ്ഞാൽ ആരാണ് വലിയ വയറുള്ളവൻ എന്ന് ഉദ്ദേശിച്ചത്? നാട്ടിലേതെങ്കിലും വയറുള്ളവനല്ല, മറിച്ച് ലംബോദരൻ എന്ന് പറഞ്ഞാൽ ഗണേശനാണ്, ഗണപതിയാണ്. ഹൽക്കോ ധാരൺ കർണേ വാല, അല്ലേ? കലപ്പയെ ധരിച്ചവൻ ആരാണോ അവനെ ഹൽദർ എന്നാ പറയുക. ആരാ ഹൽദർ? ശരിക്കും ആരാ? ബലരാമിനെയാണ് ഉദ്ദേശിച്ചത്. അടുത്ത് പവൻ കാ പുത്ര ഹേ ജോ, ആരാണോ കാറ്റിൻ്റെ മകനായിട്ടുള്ളത് അതിനെ പവൻ സുദ് എന്നാ പറയുക. പവൻ കാ പുത്ര ഹേ, കാറ്റിൻ്റെ മകനായിട്ടുള്ളത് ആരാണോ പവൻ സുദാണ്. പക്ഷേ അതാരാണ്? കാറ്റിൻ്റെ മകനായിട്ടുള്ളത് ഹനുമാനെയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ പവൻ കാ പുത്ര ഹേ ജോ, കാറ്റിൻ്റെ മകൻ ഏതാണോ അത് സമം ഹനുമാൻ എന്ന് സമസ്തപദം കിട്ടില്ല. കിട്ടുക പവൻ സുദ് എന്നാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം പവൻ സുദ് എന്നുള്ള അർത്ഥം ഹനുമാൻ എന്നാണ്. ഓക്കെ, അടുത്തത് വീണാഹേ പാണി. വീണാഹേ പാണി, അല്ലേ? അതായത് കയ്യിൽ ആർക്കാണോ വീണയുള്ളത് ജിസ്കേ, അതാണ് വീണാഹേ പാണീമേ ജിസ്കേ. ആരുടെ കയ്യിലാണോ വീണയുള്ളത് അവരെ നമുക്ക് വീണാപാണി, കയ്യിൽ വീണയുള്ളവർ എന്ന് പറയാം. പക്ഷേ ആരാണ് അത് ഉദ്ദേശിച്ചത്? ഏതെങ്കിലും കയ്യിൽ വീണയുള്ളവരാണോ ഉദ്ദേശിച്ചത്? അല്ല, സരസ്വതിനെയാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ രണ്ടോ അതിലധികം വാക്കുകൾ കൂടി ചേരുമ്പോൾ അതിൻ്റെ സ്വഭാവമുള്ള മറ്റൊരർത്ഥം വരുന്നുണ്ടെങ്കിൽ പോലും, അതിൻ്റെ അർത്ഥം അത് വരുന്നതുണ്ടെങ്കിൽ പോലും ഉദ്ദേശിക്കുന്നത് അതല്ല മറ്റൊന്നാണ് എങ്കിൽ ഇതിനെയാണ് നമ്മൾ ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത്. എന്നാൽ രണ്ടോ അതിലധികം വാക്കുകൾ സമസ്ത പദമാക്കി മാറ്റുമ്പോൾ ഡയറക്റ്റ് ഇതിട്ട് കിട്ടുന്നുമില്ല. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത്. അപ്പോൾ സമാസങ്ങളെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഓരോ സമാസങ്ങൾക്കൊരു ഉദാഹരണം വെച്ച് നമ്മുടെ ക്ലാസ് അവസാനിക്കാം. നോക്കൂ, ഉദാഹരണം നോക്ക്, ശ്രദ്ധിച്ച മക്കളെ. ആജന്മ എന്നത് ജന്മസേ ലേക്കർ എന്നുള്ള, അതായത് ജന്മസേ ലേക്കർ എന്നുള്ളതിനെ നമ്മൾ സമസ്ത പദമാക്കിയപ്പോൾ നമുക്ക് ആജന്മ കിട്ടി. അങ്ങനെ വരുമ്പോൾ ഇതിൽ നോക്ക്, ഒന്നാമത്തെ പദത്തിനാണ് പ്രാധാന്യം, അവ്യയീഭാവ സമാസാണ്. അവ്യയീഭാവ സമാസത്തിൻ്റെ പ്രത്യേകത എന്താ? പൂർവ്വപദ പ്രധാൻ. ഒന്നാമത്തെ വാക്കിനാണ് പ്രധാനം, രണ്ടാമത്തെ പദത്തിനല്ല. മൂന്നാമത് നോക്കിയോ, രണ്ടാമത്തെ വാക്ക് നോക്ക്, സിർമേ ദർദ്, തലയിൽ വേദന. വേദനയ്ക്കാണ് പ്രാധാന്യം, രണ്ടാമത്തെ പദത്തിനാണ് പ്രാധാന്യം. അപ്പോൾ നമുക്ക് സിർദർദ് കിട്ടി. അപ്പോൾ നമുക്ക് ഉത്തരപദത്തിന് പ്രാധാന്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തത്പുരുഷ സമാസ്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ പദത്തിന് പ്രാധാന്യമാണെങ്കിൽ അവ്യയീഭാവ സമാസം, രണ്ടാമത്തെ പദത്തിന് പ്രാധാന്യമാണെങ്കിൽ തത്പുരുഷ സമാസം. ഇനി മൂന്നാമത്തെ, നീലാഹേ ജോ കമൽ. നീല ഹേ ജോ കമൽ, ഇവിടെ വിശേഷണത്തെയും വിശേഷിയും നമ്മൾ ഒന്നായി കാണുന്നു, നീൽ കമൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ വിശേഷ് और വിശേഷി एक साथ, വിശേഷണവും വിശേഷിയും ഒരുമിച്ച് വരുന്നുണ്ട് എങ്കിൽ, തുല്യ പ്രാധാന്യത്തോട് ഒറ്റ വാക്കായി വരുന്നുണ്ട് എങ്കിൽ, അത് ഒറ്റ വാക്കാണ് അതിൻ്റെ പ്രത്യേകത വരുന്നുണ്ടെങ്കിൽ കർമ്മധാരി സമാസം എന്ന് പറയും. അടുത്ത നൗ രത്നോ കാ സമൂഹ്, 9 രത്നങ്ങളുടെ സമൂഹം എന്നുള്ളത് 9 എന്ന എണ്ണത്തെ സൂചിപ്പിച്ചാൽ നവ് എന്ന് 9 എന്ന് വരുന്നുണ്ടെങ്കിൽ എല്ലാ എണ്ണം വരുന്ന സംഖ്യകളെ അർത്ഥം ആദ്യ ഭാഗത്തിന് എണ്ണത്തെ സൂചിപ്പിക്കുന്നെങ്കിൽ അതിനെ നമ്മൾ ദ്വിഗ് സമാസം എന്നാണ് പറയുന്നത്. മാത്രമല്ല അത് സംഖ്യാവാചകമാണ്. എന്താണ്? സംഖ്യാവാചകമാണ്. എണ്ണത്തെ സൂചിപ്പിച്ചാൽ അതാണ് എന്താണ്? സംഖ്യാവാചകമാണ്. ഇനി മാതാപിത, മാതാ और പിത എന്നുള്ളത് എപ്പോഴും നമ്മൾ എന്താണ്? നവരത്നോക്ക സമൂഹ് ദ്വിഗ് സമാസാണ്. എന്താണ് ദ്വിഗ് സമാസത്തിൻ്റെ പ്രത്യേകത? എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഇനി മാതാപിത, ഔർ നഷ്ടമായി പോകുന്നു, മാതാപിത ഇല്ല ഔർ നഷ്ടമായി പോയി, പിന്നെ ഐഫൺ ഇട്ട് വരുന്നു. രണ്ട് വാക്കുകൾക്കും തുല്യ പ്രാധാന്യം വരുന്നു. ദോനോ പദ പ്രധാനം എത്തെങ്കിൽ അതിനെ നമ്മൾ ദ്വന്ദ്വ സമാസം എന്നാണ് പറയുന്നത്. എന്നാൽ ദിഗു സമാസത്തിൻ്റെ അകത്ത് എണ്ണം വന്നതിനാണ് അതിന് പ്രാധാന്യം, എണ്ണത്തിനാണ് പ്രാധാന്യം. ഇവിടെ നമുക്ക് 2 പദങ്ങൾക്കും പ്രാധാന്യം, മാതാവിനും പിതാവിനും. അടുത്തത് നമ്മൾ പറഞ്ഞു
ചക്ര ഹേ പാണി ഹാത്ത് മേൻ ജിസ്കെ, അതായത് കയ്യിൽ ആരാക്കാണോ ചക്രമുള്ളത്, കയ്യിൽ ആരാണോ ചക്രം വെച്ച് നിൽക്കുന്നത്, അതിനെ നമുക്ക് എന്താ പറയുക, ചക്രപാണി എന്നാണ് സമസ്ത പദമായി കിട്ടുക. എന്നാൽ ചക്രപാണി എന്ന് ഉദ്ദേശിച്ചത് വിഷ്ണു ആണ്. ഇതെന്താണ്, ദ്വന്ദ്വ സമാസത്തിൽ വരുന്നു. ദോനവും പദ പ്രധാന ഹോത്താഹെ അല്ലേ, രണ്ട് ഇവിടെ നമുക്ക് മാറേണ്ടതുണ്ട്. ഇവിടെ എന്താണ്, ദോനവും ശബ്ദക്കോ ചോഡ്കർ, दोनों शब्द को छोड़कर तीसरा अर्थ प्रधान होता है, तीसरा शब्द प्रधान होता है. ഇവിടെ നമ്മൾ നോക്ക്, तीसरा अर्थ प्रधान होता है എന്നാണ് വേണ്ടത്, ഇതല്ല വേണ്ടത്. तीसरा अर्थ प्रधान होता है എന്നാണ് വേണ്ടത്. ഓക്കെ, तीसरा अर्थ प्रधान होता है എന്നാണ് വേണ്ടത് അല്ലേ. ദോനവും പത് പ്രാധാന്യമുള്ളത് ദ്വന്ദ് സമാസമാണ്. ഇവിടെ നമ്മൾ तीसरा अर्थ प्रधान होता है, എന്താണ്, तीसरा अर्थ प्रधान होता है അല്ലേ. ദോനവും പത് പ്രധാനമല്ല, तीसरा शब्द प्रधान होता है അല്ലേ. ഇവിടെ നമ്മൾ എങ്ങനെയാണ് എഴുതുക, तीसरा ले, तीसरा നമ്മൾ എഴുതേണ്ടത് तीसरा शब्द प्रधान होता है ले, तीसरा 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 शब्द प्रधान. ओके, तीसरा शब्द प्रधान. മൂന്നാമത്തെ ശബ്ദത്തിനാണ് പ്രധാനം വരുന്നത്. ഇതാണെന്ത്, ബഹുവ്രീഹി സമാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറന്നു പോകരുത്, ഇത് നമ്മൾ എന്താ പറയുകയാണ്, ബഹുവ്രീഹി സമാസാണ്. ഇവിടെ നമുക്ക് ബഹുവ്രീഹി സമാസാണ് വരുന്നത്. എന്താണ്, ബഹുവ്രീഹി സമാസ്, ബഹുവ്രീഹി സമാസ്. ഓക്കെ, ബഹുവ്രീഹി സമാസാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് സമാസ് എന്ന് പറയുന്ന ഗ്രാമർ സെക്ഷനിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് സുന്ദരമായി എൻ്റെ പൊന്നുമക്കൾക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗ്രാമർ ഭാഗമായിട്ട് വരാം. ഓക്കെ, ബൈ.